ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പക്ഷി, ബേർഡ്. ഇപ്പോൾ ഇവിടെ പക്ഷികൾ എന്നാണ്, അപ്പോൾ നമുക്ക് ബേർഡ്സ് എന്ന് പറയാം. പക്ഷികൾ, ഇപ്പോൾ കുറേ പക്ഷികളുണ്ട്, അപ്പോൾ ബേർഡ്സ്. തൂവലുകൾ, ഇപ്പോൾ തൂവലിന് നമുക്ക് ഫെദർ എന്ന് പറയാം. ഇവിടെ കുറേ തൂവലുകളുണ്ട്, തൂവലുകൾ എന്നാണ്, അപ്പോൾ നമുക്ക് ഫെദേഴ്സ് എന്ന് പറയാം. ഉണ്ട്, അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട്. അപ്പം എങ്ങനെ എഴുതാം? ബേർഡ്സ്, പക്ഷികൾ എന്നാകൊണ്ടാണ് ബേർഡ്സ് എന്ന് എഴുതുന്നത്. ഞാൻ എസ് ആഡ് ചെയ്തത്. പക്ഷി എന്നാണെങ്കിൽ ബേർഡ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ബേർഡ്സ്. അപ്പോൾ ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്ത് യൂസ് ചെയ്താണ് എഴുതുന്നത്? നമുക്ക് ഹാവ് യൂസ് ചെയ്യാം. അപ്പം ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. സ്പെല്ലിംഗ് നോക്കിക്കോ, FEATHERS. ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. അപ്പം നിങ്ങൾ വരയ്ക്കും ഇവിടെ എന്താ ഹാസ് യൂസ് ചെയ്യാത്തത്? നമുക്ക് ഹാസും ഹാവും യൂസ് ചെയ്യാം. ഉണ്ട് എന്നുള്ള ഒരു മീനിങ് വരാൻ വേണ്ടി നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് നോക്കുക. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ബേർഡ്സ് എന്നാണ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റാണ്, കുറേ പക്ഷികളുണ്ട്. അപ്പം ബേർഡ്സിന് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഹാവേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ ബേർഡ് ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഹാസ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പം ഇത് ആദ്യം നമ്മൾ സബ്ജക്റ്റ് നോക്കുക, പ്ലൂറൽ ആണോ സിംഗുലർ സബ്ജക്റ്റ് ആണോ. അപ്പം ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഹാവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട്. ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പം ഈ ഒരു കാര്യം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ പറഞ്ഞു ഹാസ് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹാസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടാണ്. അപ്പം സിംഗുലർ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ബേർഡ് ആണെങ്കിൽ ബേർഡ്സ് ഇല്ല, അപ്പോൾ ഒറ്റ ഒരു ബേർഡേ ഉള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഹാവ് എന്ന് പറഞ്ഞാൽ കുറേ, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എഴുതിയേക്കാം നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊന്നും കൂടെ ഒന്നിച്ച് പറയാം. പക്ഷികൾക്ക് തൂവലുകൾ ഉണ്ട്. ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മേഘങ്ങൾ മഴ കൊണ്ടുവരുന്നു. അപ്പം ഇവിടെ മേഘം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? മേഘം എന്ന് വെച്ചാൽ എന്താ? മേഘം, ക്ലൗഡ്. അപ്പം ഇവിടെ മേഘങ്ങൾ എന്നാണ്, അപ്പം നമുക്ക് ക്ലൗഡ്സ് എന്ന് എഴുതാം. മഴയ്ക്ക് നമുക്ക് റെയിൻ എന്ന് പറയാം. കൊണ്ടുവരികയ്ക്ക് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ബ്രിങ്. അപ്പം മേഘങ്ങൾ മഴ കൊണ്ടുവരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ക്ലൗഡ്സ്. അപ്പം മേഘങ്ങൾ എന്നായതുകൊണ്ടാണ് ഇവിടെ ഞാൻ എസ് ആഡ് ചെയ്ത് എഴുതിയത്, അല്ലെങ്കിൽ എനിക്ക് ക്ലൗഡ് എന്ന് എഴുതിയാൽ മതി. അപ്പം ഇവിടെ ക്ലൗഡ്സ്, മേഘങ്ങൾ മഴ കൊണ്ടുവരുന്നു. അപ്പം നമുക്കിങ്ങനെ എഴുതാം, ക്ലൗഡ്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബ്രിങ്. ക്ലൗഡ്സ് ബ്രിങ് റെയിൻ. ക്ലൗഡ്സ് ബ്രിങ് റെയിൻ. മേഘങ്ങൾ മഴ കൊണ്ടുവരുന്നു. ക്ലൗഡ്സ് ബ്രിങ് റെയിൻ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കാന്തങ്ങൾ ഇരുമ്പിനെ ആകർഷിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഇതാന്ന് നോക്കാം. അപ്പം കാന്തം എന്ന് വെച്ചാൽ മാഗ്നറ്റ് എന്നാണ്. അപ്പം ഇവിടെ കാന്തങ്ങൾ, അപ്പം കുറേ എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ മാഗ്നറ്റിന് പകരം മാഗ്നറ്റ്സ് എന്ന് പറയാം. നമുക്ക് എസും കൂടെ ആഡ് ചെയ്ത് മാഗ്നറ്റ്സ്. കാര്യം കുറേ കാന്തങ്ങളുണ്ട്. അപ്പം ഇരുമ്പെന്ന് വെച്ചാൽ അയൺ. ആകർഷിക്കുക ഇങ്ങനെ പറയാം നമുക്ക്, അട്രാക്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കാന്തങ്ങൾ ഇരുമ്പിനെ ആകർഷിക്കുന്നു. നമുക്ക് എഴുതാം മാഗ്നറ്റ്സ് ആകർഷിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് അട്രാക്റ്റ് നമുക്ക് എഴുതാം. ഇവിടെ സ്പെല്ലിംഗ് നോക്കിക്കോ, ATTRACT. അട്രാക്റ്റ്, മാഗ്നറ്റ്സ് അട്രാക്റ്റ് അയൺ. ഇരുമ്പ്. അപ്പം മാഗ്നറ്റ്സ് അട്രാക്റ്റ് അയൺ. കാന്തങ്ങൾ ഇരുമ്പിനെ ആകർഷിക്കുന്നു. മാഗ്നറ്റ് അട്രാക്റ്റ് അയൺ. നമുക്കൊന്നും കൂടെ ഒന്നിച്ച് പറയാം. മാഗ്നറ്റ്സ് അട്രാക്റ്റ് അയൺ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നഗരങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം?
നഗരം എന്ന് വെച്ചാൽ എന്താ? സിറ്റി. അപ്പം ഇവിടെ നഗരങ്ങൾ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? സിറ്റീസ്. അപ്പം ആളുകൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ. അപ്പം ആകർഷിക്കുക. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ അട്രാക്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതായിരുന്നു. അപ്പം നഗരങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം നഗരങ്ങൾ എന്നായിട്ട് നമ്മളൊക്കെ ഇവിടെ സിറ്റീസ് എഴുതാം. നഗരം എന്നാണെങ്കിൽ നമുക്ക് സിറ്റി എന്ന് എഴുതാമായിരുന്നു. അപ്പം സിറ്റീസ് ആകർഷിക്കുക, അട്രാക്റ്റ്. നമ്മൾ തൊട്ട് മുമ്പും പഠിച്ചൊരു വേർഡാണ് അട്രാക്റ്റ്. അപ്പം സിറ്റീസ് അട്രാക്റ്റ് എന്താണ്? നഗരങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു. അപ്പം ആളുകൾ എന്ന് വെച്ചാൽ പീപ്പിൾ. അപ്പം സിറ്റീസ് അട്രാക്റ്റ് പീപ്പിൾ. നഗരങ്ങൾ ആളുകളെ ആകർഷിക്കുന്നു. സിറ്റീസ് അട്രാക്റ്റ് പീപ്പിൾ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ആളുകൾ എന്ന് വെച്ചാൽ എന്താ? പീപ്പിൾ. രുചികരമായ ഭക്ഷണം നമുക്ക് ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. അപ്പം നമുക്ക് എഴുതാം പീപ്പിൾ കുക്ക്. പാചകം ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് കുക്ക് എന്ന് പറയാം. പാചകം ചെയ്യുക. പീപ്പിൾ കുക്ക്. രുചികരമായ ഭക്ഷണം. അപ്പം നമുക്ക് പറയാം ഡെലീഷ്യസ് ഫുഡ്. ഇപ്പോൾ സ്പെല്ലിംഗ് നോക്കിക്കോ. DELICIOUS. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. അപ്പം ഒന്നും കൂടെ പറയാം നമുക്ക്. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ചരിത്രം എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്ററി. വിലയേറിയ എന്ന് പറഞ്ഞാൽ വാല്യുബിൾ. പാഠങ്ങൾ ലെസൺസ്. അപ്പം വിലയേറിയ പാഠങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വാല്യുബിൾ ലെസൺസ് എന്ന് പറയാം. അപ്പം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ച്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് എഴുതാം ഹിസ്റ്ററി ടീച്ച്സ് വിലയേറിയ പാഠങ്ങൾ. അപ്പം നമുക്ക് വാല്യുബിൾ എന്ന് എഴുതാം. വാല്യുബിൾ പാഠങ്ങൾ എന്നതിന് നമുക്ക് ലെസൺസ് പറയാം ഇംഗ്ലീഷിൽ. ലെസൺസ്. അപ്പം നിങ്ങൾ സ്പെല്ലിംഗ് നോക്കിക്കോ. LESSONS. ലെസൺസ്. അപ്പോൾ ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. അപ്പം ഇവിടെ നമുക്ക് എന്താ ഡൗട്ടുള്ളത്? ജസ്റ്റ് ഈ വിലയേറിയ എന്നുള്ളത് നമുക്ക് വാല്യുബിൾ എന്ന് പറയാം. പാഠങ്ങൾ എന്നുള്ളത് നമുക്ക് ലെസൺസ് പറയാം. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. നെക്സ്റ്റ് പോയിന്റ്, പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പഴങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സിനെയാണ്. ഫ്രൂട്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എഴുതാം. വളരെ എന്ന് വെച്ചാൽ വെരി. ആരോഗ്യം ഹെൽത്ത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത്. അപ്പോൾ ഇവിടെ ആരോഗ്യകരമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. അപ്പം നമുക്ക് എഴുതാം ഫ്രൂട്ട്സ് ആർ വളരെ എന്നുള്ളത് നമ്മൾ വെരിന്ന് എഴുതി. ഫ്രൂട്ട്സ് ആർ വെരി. ഹെൽത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽത്തി എന്ന് എഴുതി. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പഴങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സിനെയാണ്. ഫ്രൂട്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എഴുതാം. വളരെ എന്ന് വെച്ചാൽ വെരി. ആരോഗ്യം ഹെൽത്ത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത്. അപ്പോൾ ഇവിടെ ആരോഗ്യകരമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. അപ്പം നമുക്ക് എഴുതാം ഫ്രൂട്ട്സ് ആർ
വളരെ എന്നുള്ളത് നമ്മൾ വെരിന്ന് എഴുതി. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽത്തി എന്ന് എഴുതി. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. പഴങ്ങൾ വളരെ ആരോഗ്യകരമാണ്. ഫ്രൂട്ട്സ് ആർ വെരി ഹെൽത്തി. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ആളുകൾ എന്ന് വെച്ചാൽ എന്താ? പീപ്പിൾ. രുചികരമായ ഭക്ഷണം നമുക്ക് ഡെലീഷ്യസ് ഫുഡ് എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. അപ്പം നമുക്ക് എഴുതാം പീപ്പിൾ കുക്ക്. പാചകം ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് കുക്ക് എന്ന് പറയാം. പാചകം ചെയ്യുക. പീപ്പിൾ കുക്ക്. രുചികരമായ ഭക്ഷണം. അപ്പം നമുക്ക് പറയാം ഡെലീഷ്യസ് ഫുഡ്. ഇപ്പോൾ സ്പെല്ലിംഗ് നോക്കിക്കോ. DELICIOUS. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. ആളുകൾ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നു. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. അപ്പം ഒന്നും കൂടെ പറയാം നമുക്ക്. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. പീപ്പിൾ കുക്ക് ഡെലീഷ്യസ് ഫുഡ്. നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ചരിത്രം എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്ററി വിലയേറിയ എന്ന് പറഞ്ഞാൽ വാല്യുബിൾ. പാഠങ്ങൾ ലെസൺസ്. അപ്പം വിലയേറിയ പാഠങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് വാല്യുബിൾ ലെസൺസ് പറയാം. അപ്പം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ടീച്ച്സ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് എഴുതാം ഹിസ്റ്ററി ടീച്ച്സ് വിലയേറിയ പാഠങ്ങൾ. അപ്പം നമുക്ക് വാല്യുബിൾ എന്ന് എഴുതാം. വാല്യുബിൾ പാഠങ്ങൾ എന്നതിന് നമുക്ക് ലെസൺസ് പറയാം ഇംഗ്ലീഷിൽ. ലെസൺസ്. അപ്പം നിങ്ങൾ സ്പെല്ലിംഗ് നോക്കിക്കോ. LESSONS. ലെസൺസ്. അപ്പോൾ ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. അപ്പം ഇവിടെ നമുക്ക് എന്താ ഡൗട്ടുള്ളത്? ജസ്റ്റ് ഈ വിലയേറിയ എന്നുള്ളത് നമുക്ക് വാല്യുബിൾ എന്ന് പറയാം. പാഠങ്ങൾ എന്നുള്ളത് നമുക്ക് ലെസൺസ് പറയാം. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ചരിത്രം വിലയേറിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. ഹിസ്റ്ററി ടീച്ചേഴ്സ് വാല്യുബിൾ ലെസൺസ്. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ഞങ്ങൾ പല ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞങ്ങൾ എന്ന് വെച്ചാൽ വി, പല മെനി, ഉത്സവം ഫെസ്റ്റിവൽ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഉത്സവങ്ങൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഫെസ്റ്റിവൽസ് എന്ന് പറയാം. ആഘോഷിക്കുക സെലിബ്രേറ്റ്. അപ്പം ഞങ്ങൾ പല ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. വി എന്ന് വെച്ചാൽ ഞങ്ങൾ. വി ആഘോഷിക്കുക സെലിബ്രേറ്റ്. വി സെലിബ്രേറ്റ്. പല എന്നുള്ളത് നമുക്ക് വി സെലിബ്രേറ്റ് മിനി എന്ന് പറയാം. വി സെലിബ്രേറ്റ് മിനി ഉത്സവങ്ങൾ എന്നാണ് നമുക്ക് ഫെസ്റ്റിവൽസ് എഴുതാം. ഫെസ്റ്റിവൽസ്. അപ്പം ഉത്സവം എന്നാണെങ്കിൽ നമുക്ക് ഫെസ്റ്റിവൽ എന്ന് പറയാം. ഇവിടെ ഉത്സവങ്ങൾ എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഞങ്ങൾ പല ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ്. വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ്. ഞങ്ങൾ പല ഉത്സവങ്ങളും ആഘോഷിക്കുന്നു. വി സെലിബ്രേറ്റ് മെനി ഫെസ്റ്റിവൽസ്. നെക്സ്റ്റ് പോയിൻ്റ്, മഴ കാലാവസ്ഥയെ വേഗത്തിൽ മാറ്റുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മഴ റെയിൻ. കാലാവസ്ഥയ്ക്ക് നമുക്കിവിടെ വെതറിന് എഴുതാം. അപ്പം കാലാവസ്ഥയ്ക്ക് നമുക്ക് ക്ലൈമറ്റ് എന്നും പറയാം. പക്ഷേ ഇവിടെ ഞാൻ വെതർ എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ വേഗം എന്ന് വെച്ചാൽ എന്താ? ക്യുക്ക്. അപ്പം വേഗത്തിൽ നമുക്ക് ക്യുക്ക്ലി എന്ന് എഴുതാം. മാറ്റുക ചേഞ്ച്. അപ്പം മഴ കാലാവസ്ഥയെ വേഗത്തിൽ മാറ്റുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? റെയിൻ ചേഞ്ചസ്. അപ്പം വെതർ നമുക്ക് കാലാവസ്ഥയ്ക്ക് വെതർ എന്നാണ് എഴുതാൻ പോകുന്നത്. വെതർ WEATHER വെതർ. അപ്പം റെയിൻ ചേഞ്ചസ് വെതർ
വേഗത്തിൽ എന്നുള്ളതിന് നമ്മൾ ക്വിക്ക്ലി എന്ന് എഴുതുന്നു. ക്വിക്ക്ലി. അപ്പം മഴ കാലാവസ്ഥയെ വേഗത്തിൽ മാറ്റുന്നു. റെയിൻ ചേഞ്ചസ് വെദർ ക്വിക്ക്ലി. റെയിൻ ചേഞ്ചസ് വെദർ ക്വിക്ക്ലി. മഴ കാലാവസ്ഥയെ വേഗത്തിൽ മാറ്റുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മഴ മരങ്ങൾ വളരാൻ സഹായിക്കുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മഴ റെയിൻ, മരം ട്രീ. അപ്പം ഇവിടെ മരങ്ങൾ എന്നായിട്ട് നമുക്ക് ട്രീസ് എന്ന് പറയാം. വളരുക ഗ്രോ. അപ്പം സഹായിക്കുക, സഹായിക്കുക എന്ന് വെച്ചാൽ ഹെൽപ്പ്. അപ്പം മഴ മരങ്ങൾ വളരാൻ സഹായിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. റെയിൻ സഹായിക്കുക. അപ്പോൾ സഹായിക്കുക നമുക്ക് എന്താ പറയണേ? ഹെൽപ്പ്. അപ്പോൾ ഇവിടെ റെയിൻ ഹെൽപ്സ് ട്രീസ്, മരങ്ങൾ ട്രീസ്. റെയിൻ ഹെൽപ്സ് ട്രീസ് ഗ്രോ. നെക്സ്റ്റ് പോയിന്റ്, സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സൗഹൃദം ഫ്രണ്ട്ഷിപ്പ്, വളരെ വെരി. ഇപ്പം വിലപ്പെട്ടത് എന്ന് നമുക്ക് പറയാം ഇംഗ്ലീഷിൽ എങ്ങനെ? പ്രീഷ്യസ്. സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. സൗഹൃദം, അപ്പം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പ് ഈസ് വളരെ എന്നുള്ളത് നമുക്ക് വെരി എന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി പ്രീഷ്യസ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി പ്രീഷ്യസ്. സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി പ്രീഷ്യസ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി പ്രീഷ്യസ്. അപ്പം സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. ഫ്രണ്ട്ഷിപ്പ് ഈസ് വെരി പ്രീഷ്യസ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, സിനിമകൾ വളരെ വിനോദകരമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സിനിമ നമുക്ക് മൂവി എന്ന് പറയാം. ഇവിടെ സിനിമകൾ എന്നായതുകൊണ്ട് മൂവീസ് എന്ന് നമുക്ക് പറയാം. വളരെ വെരി. വിനോദം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇവിടെ വിനോദകരമാണ്. സിനിമകൾ വളരെ വിനോദകരമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മൂവീസ് ആർ വെരി എൻ്റർടൈനിങ്. നിങ്ങൾ സ്പെല്ലിങ് നോക്കിക്കോ. എൻ്റർടൈനിങ്, ENTERTAINING. അപ്പം മൂവീസ് ആർ വെരി എൻ്റർടൈനിങ്. സിനിമകൾ വളരെ വിനോദകരമാണ്. അപ്പം ഇവിടെ എന്താ? ഇവിടെ എന്ന് പറയുമ്പോൾ മൂവീസ് കുറേ, നമ്മൾ ഒരു മൂവിയെ പറ്റിയല്ല പറയണം, കുറേ മൂവിയെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഇവിടെ മൂവീസ് എന്ന് വന്നത്. കാര്യം സിനിമകൾ, അപ്പോൾ മൂവീസ് അപ്പോൾ ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 6 വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഒന്നുകൂടെ പറയാം. സിനിമകൾ വളരെ വിനോദകരമാണ്. മൂവീസ് ആർ വെരി എൻ്റർടൈനിങ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അപ്പോൾ നൃത്തത്തിന് പലപ്പോഴും സംഗീതം ആവശ്യമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നൃത്തം ഡാൻസ്. പലപ്പോഴും എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഓഫൺ എന്ന് പറയാം. സംഗീതം മ്യൂസിക്. ആവശ്യമാണ് നമുക്ക് നീഡ് എന്ന് വെച്ചിട്ട് എഴുതാം. അപ്പം നൃത്തത്തിന് പലപ്പോഴും സംഗീതം ആവശ്യമാണ്. അപ്പം എങ്ങനെ എഴുതാം? ഡാൻസ് ഓഫൺ. ഞാൻ പറഞ്ഞു പലപ്പോഴും എന്നുള്ളതിനാണ് നമ്മളിവിടെ ഓഫൺ എഴുതിയത്. OFTEN. ഇത് N ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് ഞാൻ റബ്ബ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് എഴുതാം. ഡാൻസ് ഓഫൺ. ഇപ്പം നീഡ് എന്ന് വെച്ചാൽ എന്താ? ആവശ്യമാണ്. അപ്പം നമുക്ക് എഴുതാം ഡാൻസ് ഓഫൺ നീഡ്സ്. എന്താണ്? ഡാൻസ് ഓഫൺ നീഡ്സ് മ്യൂസിക് എന്ന് വെച്ചാൽ സംഗീതം. ഡാൻസ് ഓഫൺ നീഡ്സ് മ്യൂസിക്. നൃത്തത്തിന് പലപ്പോഴും സംഗീതം ആവശ്യമാണ്. അപ്പം ഇവിടെ ഈ ഓഫൺ എന്നുള്ളതിന് പലപ്പോഴും എന്നുള്ളതിനാണ് നമ്മൾ ഓഫൺ എഴുതിയത്. അപ്പം നൃത്തം ഡാൻസ്, നീഡ്സ് എന്ന് വെച്ചാൽ ആവശ്യം, സംഗീതം മ്യൂസിക്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞു നോക്കാം. നൃത്തത്തിന് പലപ്പോഴും സംഗീതം ആവശ്യമാണ്. ഡാൻസ് ഓഫൺ നീഡ്സ് മ്യൂസിക്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.